അങ്ങനെ 91 ജനുവരിയിൽ ഞാൻ ഗന്ധർവൻ റിലീസായി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ തിയേറ്റർ വിസിറ്റിൻ്റെ ഭാഗമായിട്ട് പത്മരാജൻ അന്ന് തൃശ്ശൂർ വന്നു. ഒരു എനിക്കൊന്ന് ട്രിവാൻഡ്രം മുതൽ അങ്ങ് കോഴിക്കോട് വരെയൊക്കെയുള്ളവരുടെ ഒരു യാത്രയാണ്. അപ്പോൾ തൃശ്ശൂർ വന്ന് അന്ന് രാമനിലയത്തിൽ താമസിക്കുന്ന സമയത്ത് അന്ന് കേളിയുടെ ഷൂട്ട് തൃശ്ശൂർ നടക്കുന്നുണ്ട്. അങ്ങനെ ജയറാം പത്മരാജനെ വന്ന് കാണുന്നു. അവിടെ വെച്ച് സംസാരിക്കുന്ന സമയത്താണ് ജയറാമിൻ്റെ കുറച്ച് പടങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് പത്മരാജൻ പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കും, ഞാനൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു സ്പോർട്സ് റിലേറ്റഡ്, അതായത് ഒരു അത്ലറ്റിക്സിന് പോകുന്ന ഒരു ഡൽഹിക്ക് പോകുന്ന കുറേ ആൾക്കാരുടെ കഥയാണ്. അപ്പോൾ അതിൽ ഒരു റിയൽ അത്ലറ്റുകളെയൊക്കെ ഞാൻ അഭിനയിപ്പിക്കുന്നുണ്ട്. അന്ന് ഈ PT ഉഷയും അങ്ങനെയുള്ള കുറേ പേരൊക്കെ ഞാൻ ഡേറ്റ് വാങ്ങിയിട്ടുണ്ട്, അവരോടൊക്കെ അഭിനയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവരുടെയൊക്കെ ഒരു കോച്ചായിട്ട് റഹ്മാൻ, അങ്ങനെ ഒരു കാമുകനായിട്ട് റഹ്മാൻ, ഇതിൽ വരുന്ന അത്ലറ്റ്സിൻ്റെ ഒരു പെൺകുട്ടിയുടെ കാമുകനായിട്ട് റഹ്മാനും കോച്ചായിട്ട് ജയറാമും. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ ജയറാമിന് ഒരു ഹോപ്പൊക്കെ കൊടുത്തു. പക്ഷേ 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് പത്മരാജൻ വിട്ടുപോയത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ജയറാമിന് ചെയ്യാൻ പറ്റിയില്ല. ഇതുപോലെ തന്നെ ജയറാമിൻ്റെ ഒരു കുറേ നഷ്ടങ്ങളെന്ന് പറയാമെന്നെങ്കിൽ നമുക്ക് ഭരതന് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കഥ, അത് ജയറാമിനെ വെച്ചിട്ട് ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് മുമ്പേ ഭരതൻ വിട്ടുപോയി. അങ്ങനെ കുറേ സിനിമകൾ, അങ്ങനെ ജയറാമിൻ്റെ നമുക്ക് നഷ്ടങ്ങൾ എന്ന് പറയാവുന്ന കുറച്ച് സിനിമകളാണത്.